ഡോക്ടറെ അദ്ദേഹം ഹൃദയാഘാതത്തെയൊക്കെ അതിജീവിച്ചു, പക്ഷെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്കറിയാം, ഒരു ഹൃദയാഘാതത്തിന് ശേഷം ഹൃദയത്തിൻ്റെ പേശികൾ വളരെ ദുർബലമാകും, രക്തത്തിന് ശരിയായ രീതിയിൽ പമ്പ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അത് ഷോക്ക് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക്, നമ്മുടെ അവയവങ്ങളൊക്കെ താറുമാറാകുന്ന ഒരവസ്ഥയിലേക്കും അതിലൂടെ മരണം സംഭവിക്കുന്ന സാഹചര്യത്തിലേക്കും നീണ്ട് എന്ന് വരാം. നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർ പമ്പ് പോലെയാണ്. കാർഡിയോജനിക് ഷോക്കിൽ എന്താ സംഭവിക്കുന്നത്? ആ പമ്പ് ഡാമേജ് ആയി പോവും. വെള്ളം അല്ലെങ്കിൽ ഇതിലെ ഹൃദയത്തിൽ നിന്നുള്ള രക്തം എവിടേക്കും എത്തിപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ ഔട്ട്പുട്ട് കുറഞ്ഞു പോവും, ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോവും, നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്കൊന്നും രക്തം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവും. നമ്മുടെ ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ദ്രാവകം കൂടിക്കൂടി അടിഞ്ഞു കിടക്കുന്നൊരു സാഹചര്യം വരും. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? സാധാരണ ഹൃദയാഘാതം ഉണ്ടായി 24 മണിക്കൂറിന് ശേഷമാണ് സംഭവിക്കുക. ഹൃദയാഘാതം ഉണ്ടായി ആദ്യഘട്ടം കഴിഞ്ഞ് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു മരണകാരണം ഈ ഒരു അവസ്ഥയാണ്. ഈ ഒരു ഘട്ടത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശ്വാസം മുട്ടൽ, തണുത്ത ചർമ്മം, ബ്ലഡ് പ്രഷർ പത്രക്കുറവ്, മൂത്രം കുറഞ്ഞു പോവുക. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? ക്ലിനിക്കൽ ലക്ഷണങ്ങൾ കാണാം, എക്കോ ചെയ്തിട്ട് കണ്ടെത്താം. പിന്നെ ഹീമോഡൈനാമിക് മോണിറ്ററിങ് ചെയ്യേണ്ടതുണ്ട്. ഇതിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? ഇനോട്രോപ്സ് എന്ന് പറയുന്ന മെഡിസിൻ, ഡോപ്പമിൻ, ഡോബ്യൂട്ടമിൻ, ഓക്സിജൻ കൊടുക്കും, വെൻറ്റിലേറ്ററിൽ കിടക്കും, റീവാസ്കുലറൈസേഷൻ PCI ചെയ്യും, പിന്നെ ICUവിൽ മാനേജ് ചെയ്യണം. ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ ഒരു തീപിടുത്തമാണെങ്കിൽ കാർഡിയോജനിക് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തീപിടുത്തത്തിന് ശേഷമുണ്ടായ ഒരു പുകപടലം പോലെ അതുണ്ടാക്കുന്നൊരു അപകടമാണ്. ഹൃദയാഘാതമുണ്ടായി ആദ്യ ചികിത്സയ്ക്ക് ശേഷം പോലും ഒരു പൂർണ്ണ ശ്രദ്ധ വേണം. 24 തൊട്ട് 72 മണിക്കൂർ വരെ നിരീക്ഷിക്കേണ്ടതുണ്ട്. നേരത്തെ കൊടുക്കുന്ന ചികിത്സ ജീവൻ രക്ഷിക്കാൻ കാരണമാകും. ഹൃദയാഘാതം തരണം ചെയ്യുന്നത് മാത്രം പോരാ നമുക്ക്. യഥാർത്ഥ അപകടം ചിലപ്പോൾ പിന്നെയായിരിക്കും.